ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ് ഇവർ മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഒരു കാര്യവും അതുപോലെ തന്നെ ഇവരുടെ സിറ്റുവേഷൻസ് ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു റീഡിങ്ങിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ ഒരു സിറ്റുവേഷൻ നമ്മൾ നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ വെയിറ്റിംഗ് എനർജിയിലാണ് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ വെയിറ്റിംഗ് എനർജി എന്ന് പറയുമ്പോൾ ഇവര് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഇവര് മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ട്, അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ വരാനായിട്ട് ഇവർ പരിശ്രമിക്കുന്നുണ്ട്. ആ ഒരു കാര്യം നല്ല രീതിയിൽ വരാൻ വേണ്ടിയിട്ട്, ഈ റിലേഷൻഷിപ്പ് നന്നായിട്ട് വരാനായിട്ട് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പേഴ്സൺ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു വ്യക്തിയാണ് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് ചിലപ്പോൾ അവരുടെ ഫാമിലിയിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു സിംഗിൾ പാരന്റ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കുട്ടികളുടെ കാര്യങ്ങളെല്ലാം നോക്കേണ്ട റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാകാം. അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് വളരെ അറ്റാച്ച്ഡ് ആയിട്ട് അഗാധമായ ബന്ധമുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. ഇപ്പൊ ഫാമിലി കഴിഞ്ഞിട്ടേ അവർക്ക് മറ്റെന്തുമുള്ളൂ ആ രീതിയിൽ ജീവിക്കുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഫാമിലിയിൽ സിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ മാരേജ് നടത്തുക, അങ്ങനെയുള്ള കുറെ റെസ്പോൺസിബിലിറ്റീസ്, അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കുക തുടങ്ങിയ കുറെ റെസ്പോൺസിബിലിറ്റീസിന്റെ നടുവിൽ നിൽക്കുന്ന ഒരു പേഴ്സണെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതേസമയം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സന്റെ കൂടത്തിൽ അല്ലെങ്കിൽ ഇവരുടെ ചുറ്റിനും നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ പേഴ്സൺ കുറെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു പേഴ്സന്റെ ലൈഫിനെ കുറിച്ചോ ഈ ഒരു പേഴ്സന്റെ ഇഷ്ടാനിഷ്ടങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർ നേടിയെടുക്കേണ്ട കാര്യങ്ങളെ കുറിച്ചോ അങ്ങനെ ഒരു കാര്യങ്ങളെ കുറിച്ചോ ഒന്നും ഈ ചുറ്റും നിൽക്കുന്ന വ്യക്തികൾ യാതൊരു വിധത്തിലുള്ള ഒരു ചിന്തയും ഇല്ല എന്നുള്ളതാണ്. അതായത് അവർക്കിപ്പോ കുറെ ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു പേഴ്സൺ ചെയ്തു കൊടുക്കുന്നുണ്ട്. ആ ഒരു കോൺട്രിബ്യൂഷൻ അവർക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കണം. അതിനെക്കുറിച്ച് മാത്രമാണ് ഇവരുടെ ചുറ്റും നിൽക്കുന്ന ആളുകൾ ചിന്തിക്കുന്നത്. ഇവരാണെങ്കിലോ ആ ഒരു ആളുകളെ രക്ഷപ്പെടുത്തണം, അവർക്ക് ഫേവർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, അവർക്ക് നല്ലത് അവരെ ഒരു സ്റ്റേബിൾ ആക്കണം എന്ന രീതിയിലാണ് ഈ ഒരു പേഴ്സൺ എപ്പോഴും ഇങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും അതിനു വേണ്ടിയിട്ടാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു സെക്കൻഡ് പോലും ഇവരുടെ ചുറ്റും നിൽക്കുന്ന ഈ ഒരു വ്യക്തികൾ ഈ ഒരു പേഴ്സണെ കുറിച്ചോ അവരുടെ ലൈഫിനെ കുറിച്ചോ ഒട്ടും ചിന്തിക്കുന്നതോ അല്ലെങ്കിൽ ഒട്ടും ബോധേഡാവുന്നോ ഇല്ല. അവർക്ക് അവരുടെ കോൺട്രിബ്യൂഷൻ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കണം. ആ ഒരു രീതിയിലാണ് ഇവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ അറിയാം, ഞാൻ എൻ്റെ ഒരു സമയവും എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങളും ഒക്കെ മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ആളുകൾക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നത് എന്നൊക്കെ നിങ്ങളുടെ പേഴ്സൺ പലപ്പോഴും ചിന്തിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഈ വ്യക്തികളോട് അവർക്കുള്ള ഒരു ആത്മബന്ധം അല്ലെങ്കിൽ അവർക്കുള്ള ഒരു സ്നേഹം കൊണ്ടാണ് അവര് ഇത് വീണ്ടും തുടർന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ പോകുന്ന പോലെ പോട്ടെ എന്ന രീതിയിൽ അവർ ഇങ്ങനെ കോൺട്രിബ്യൂഷൻ കൊടുത്ത് അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് അങ്ങനെ അവരോടൊപ്പം നിൽക്കുന്നത് അവരോടുള്ള വലിയ സ്നേഹം കൊണ്ട് തന്നെയാണ് ഈ പേഴ്സൺ അങ്ങനെ പോകുന്നത്. അല്ലാതെ ഈ പേഴ്സൺ ഒരു ബുദ്ധി ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് ചിന്തിക്കാൻ കഴിവില്ലാത്തത് കൊണ്ടോ അങ്ങനെയൊന്നും അല്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പേഴ്സൺ. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണും നിങ്ങളുമായിട്ട് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷനിലാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒരു ആക്ഷൻ എടുത്തിട്ട് അവർക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് നിങ്ങൾക്ക് ഓക്കെ ആയി നല്ലൊരു റിലേഷൻഷിപ്പ് സ്റ്റാറ്റസിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇവരൊരു ആക്ഷൻ എടുക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നമുക്ക് നിങ്ങളോട് ഒരു സ്നേഹമില്ലാത്തത് കൊണ്ടാണോ ഈ ഒരു പേഴ്സൺ ഇങ്ങനെ ഒരു ആക്ഷനും എടുക്കാതെ നിൽക്കുന്നത് എന്ന് നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങളോട് വളരെയധികം ഒരു സ്നേഹമുള്ള ഒരു പേഴ്സൺ. മനസ്സിനകത്ത് നിങ്ങൾക്ക് വളരെ ഒരു ഇമ്പോർട്ടൻസ് തരുന്നുണ്ട് ഈ ഒരു പേഴ്സൺ. മറ്റുള്ള എല്ലാ വ്യക്തികളെക്കാളും കൂടുതൽ സ്നേഹം നിങ്ങളോട് തന്നെയാണ്. നമുക്കിവിടെ ഒരു ലവിന്റെ ഓവർഫ്ലോ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളോട് നല്ലൊരു സ്നേഹം മനസ്സിലുണ്ട് ഈ ഒരു പേഴ്സണ്.
പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുന്ന ഒരു പരിഗണനയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് എടുക്കുന്ന ഒരു ആക്ഷനോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് എടുക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഉള്ള ആ ഒരു റീസൺ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളെ അവരുടെ പാതിയായിട്ട് തന്നെ, അല്ലെങ്കിൽ അവരാണ് നിങ്ങൾ എന്നുള്ള രീതിയിൽ ആ ഒരു സോൾമേറ്റ് കണക്ഷനാണ് ഇവിടെ. ആ ഒരു രീതിയിലാണ് നിങ്ങളെ ഈ ഒരു പേഴ്സൺ കാണുന്നത്. മറ്റൊരാളായിട്ട് പോലും അവർ കാണുന്നില്ല. അപ്പൊ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് കൂടി നിങ്ങളുടേതാണ് എന്നുള്ള രീതിയിലും നിങ്ങളുടെ ആ ഒരു രീതിയിലാണ് നിങ്ങളെ കാണുന്നത്. നിങ്ങൾ രണ്ടുപേരും ഒന്നാണ് എന്ന രീതിയിൽ അവർ കാണുമ്പോൾ അവരുടേതായ ഈ ഒരു റെസ്പോൺസിബിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഇവർക്ക് ചെയ്തു തീർക്കാനുണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇതൊക്കെ ഇവർ പരിഹരിക്കേണ്ടതുണ്ട്. ആ ഒരു സമയത്ത് തനിക്ക് കുറച്ച് പരിഗണനയും കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു പോകും. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ, അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് സിറ്റുവേഷൻസ് ഒന്ന് മനസ്സിലാക്കാൻ, ആ ഒരു പേഴ്സണെ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുമെന്ന് അവർ ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ അതാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു ഭാഗത്തേക്ക് ഒരു ആക്ഷൻ എടുക്കാതെ നിൽക്കുന്നത് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുക. ആ ഒരു ഫീലിങ്സ് ആണ് അവരുടെ മനസ്സിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് അവരെ നല്ല രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് അവരെ ആഗ്രഹിക്കുന്നത്. അതായത് എന്നെ നന്നായിട്ട് അറിയാവുന്ന, എന്നെ നന്നായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഒരു അവസ്ഥ കൂടി നിങ്ങൾ സ്വീകരിക്കണം, അല്ലെങ്കിൽ അതുകൂടി പരിഗണിക്കണം എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത് എന്നാണ് കാണുന്നത്. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ കൂടുതലും ഒരു ഫ്രണ്ട്ഷിപ്പ് ആ ഒരു രീതിയിലായിരിക്കാം നിങ്ങൾ പാസ്റ്റിൽ പോയിട്ടുണ്ടാവുക. നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചു വെക്കാനായിട്ട് യാതൊന്നും ഇല്ലാത്ത രീതിയിൽ അത്രയും ഡീപ്പായിട്ടുള്ള ഒരു, നിങ്ങളിപ്പോൾ ഒരു ഹസ്ബൻഡ് വൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ ലവേഴ്സ് ആയിരിക്കാം, എന്താണെങ്കിൽ കൂടി നിങ്ങൾ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളതിന്റെ ഒരു ബേസിൽ നിന്നിട്ടായിരിക്കാം ഈ പാസ്റ്റിൽ ഈ ഒരു റിലേഷൻഷിപ്പ് പോയിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ നിങ്ങളുടേതായ എല്ലാ കാര്യങ്ങളും അവർക്കും അറിയാമായിരിക്കാം, അവരുടേതായ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കും അറിയാമായിരിക്കാം. ആ തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നിരിക്കാം പാസ്റ്റിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ പാസ്റ്റിൽ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്തൊക്കെ വളരെ കൂടുതലായിട്ട് ഒരു സമയം, ക്വാളിറ്റി ടൈമും ഒക്കെ നിങ്ങളോടൊപ്പം ആയിരിക്കാം ആ ഒരു പേഴ്സൺ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ ആ ഒരു സമയത്ത് നിങ്ങൾക്കായിരിക്കാം അവർ ഏറ്റവും കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ് തന്നിട്ടുള്ളത്, നിങ്ങളൊരു പ്രീഷ്യസ് ആയിട്ട് കൊണ്ടു നടന്നിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവർക്ക് അവരുടെ ലൈഫിന്റെ സിറ്റുവേഷൻ മാറുകയും കുറേ റെസ്പോൺസിബിലിറ്റീസിലേക്ക് അവർ പെട്ടെന്ന് എത്തിച്ചേരുകയും ചെയ്തതോടുകൂടി അവര് ഈ നിങ്ങളിലേക്കുണ്ടായിരുന്ന ആ ഒരു കോൺസെൻട്രേഷൻ കുറച്ചിട്ട് അവരുടെ റെസ്പോൺസിബിലിറ്റീസിലേക്ക് അവർ തിരിയാനായിട്ട് തുടങ്ങി. അപ്പൊ അതിന് നിങ്ങൾക്കുള്ള ആ ഒരു പരിഗണനയും കാര്യങ്ങളൊക്കെ അവിടെ കുറഞ്ഞു പോവുകയാണ് ഉണ്ടായിട്ടുണ്ടാവുക. അതുപോലെ തന്നെ നമുക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് ഇഷ്ടമില്ലാത്ത, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് താല്പര്യമില്ലാത്ത കുറേയേറെ വ്യക്തികളെയും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ഈ ഒരു പേഴ്സന്റെ ഫാമിലിയുള്ള ആളുകളാണെങ്കിൽ ഈ ഒരു പേഴ്സൺ ശരിക്കും അവിടെ പെടുന്ന ഒരു അവസ്ഥയാണ്. അവർ സ്റ്റക്കായി പോകും. അവർക്ക് നിങ്ങളെയും വേണം, ഈ ഒരു ഫാമിലിയിലുള്ള ഈ എതിർക്കുന്ന ആളുകളെയും വേണം. അപ്പൊ രണ്ട് സൈഡിലും നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ഈ ഒരു പേഴ്സൺ ഇങ്ങനെ സ്റ്റക്കായി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാലും ഇവർക്ക് ഒരു ഡിസിഷൻ എടുക്കാനോ ഒരു ആക്ഷൻ എടുക്കാനോ ഒന്നും കഴിയാതെ അവർ സ്റ്റക്കായി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരാനുള്ള ഒരു ചാൻസ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അവര് അങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ഇങ്ങോട്ടേക്ക് വരുന്നില്ല, നിങ്ങൾക്കൊരു കോണ്ടാക്ട് തരുന്നില്ല, എങ്ങനെയൊക്കെയാണ് പോകുന്നതെങ്കിൽ കൂടി അവർക്ക് നിങ്ങളോടുള്ള ഒരു സ്നേഹത്തിന്റെ അളവ് ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല. ആ പാസ്റ്റിൽ നിങ്ങളോട് ഏത് തരത്തിലുള്ള സ്നേഹമാണോ, എത്രമാത്രം സ്നേഹമാണോ ഉണ്ടായിരുന്നത്, അതേ ഒരു സ്നേഹം തന്നെ ഇപ്പോഴും അവർക്കുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ അവര് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ, എല്ലാ കാര്യങ്ങളും അവരൊരു 100% അവരുടെ ഇട്ടിട്ട് ജെന്യൂൻ ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തിട്ട് അതിൽ നിന്നൊരു ഹാപ്പിനെസ് ഒക്കെ ഇവർക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഒട്ടും സന്തോഷത്തിലല്ല അവര് ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അവരെ മനസ്സ് മടുപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ്, ആ ഒരു സിറ്റുവേഷനിലൂടെ തന്നെയാണ് അവരിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിൽ പോലും അതൊക്കെ തൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്, അതൊക്കെ താൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കി അത് ഒരു 100% കൊടുത്ത് ജെന്യൂനായി നിന്ന് ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ വളരെയധികം പരിശ്രമിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങളുടെ അടുത്ത് നിന്ന് മാറി ഒരു നോ കോണ്ടാക്റ്റിലായി ഇപ്പോൾ ഇവരിയ്ക്കുന്ന സിറ്റുവേഷൻ വളരെ ഹാപ്പി ആയിട്ട് അവർ പോകുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതങ്ങനെയല്ല. അവർ അത്ര ഹാപ്പിയിലൊന്നും അല്ല ആ ഒരു സിറ്റുവേഷനിൽ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ഒക്കെ ഇൻവോൾവ്മെന്റ് കൊണ്ട് എല്ലാവർക്കുമല്ല കുറച്ച് ആളുകൾക്ക് ഈ ഒരു സിറ്റുവേഷൻ ഒരു കോടതി കാര്യങ്ങൾ നിയമപരമായ രീതിയിലൊക്കെ പോയിട്ടുണ്ടാവും.
ഉണ്ടാവും. അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ ഒത്തിരി വലിയ പ്രശ്നങ്ങളിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എല്ലാവർക്കുമല്ല, വളരെ ചുരുക്കം ആളുകൾക്ക്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് തിരിച്ച് വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് എത്താനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണെങ്കിലും ഈ ഒരു സമയത്ത് അവർ ചിന്തിക്കുന്ന അവരുടെ ഒരു ഫീലിങ്സ്, ചിന്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഈ ഒരു സിറ്റുവേഷൻസ് എല്ലാം ഒന്ന് ക്ലിയർ ആയി നിങ്ങൾ വീണ്ടും പഴയതുപോലെ ആ റിലേഷൻഷിപ്പിലേക്ക് വന്നതിന് ശേഷം ഈ ഇവരുടെ ചുറ്റും നിൽക്കുന്ന ആളുകളും ഈ നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന ആളുകൾ എല്ലാവരെയും ഒഴിവാക്കിക്കൊണ്ട് നിങ്ങളെ മാത്രമായിട്ട്, നിങ്ങളും ആ ഒരു പേഴ്സണും മാത്രമായിട്ട് ഇങ്ങോട്ടെങ്കിലും കുറെ അകലേക്ക് മാറി പോകണം എന്നുള്ള രീതിയിൽ വരെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നതായിട്ടുള്ള എനർജീസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം നിങ്ങളുമായിട്ട് സമയം ചെലവഴിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എനർജി ഉള്ള ഒരു പേഴ്സന്റെ എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇത് ചിലർക്കെങ്കിലും ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ കൂടിയും നിങ്ങളുടെ കൂടെ ഉള്ളതുപോലെ ഓൾവേസ് നിങ്ങളെ കോൾ ചെയ്യുകയും മെസ്സേജ് ചെയ്യുകയും അപ്പോൾ അവരൊരു പ്രസൻസ് എപ്പോഴും തന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാകാനുള്ള ഒരു ചാൻസ് നമ്മളിവിടെ കാണുന്നുണ്ട്. കുറെ ആളുകൾക്ക് നമുക്കിവിടെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് എന്ന രീതിയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് തന്നെയായിരുന്നാലും ഈ ഒരു പേഴ്സണ് നിങ്ങളിലേക്ക് വരാനായിട്ട് ഒത്തിരി ആഗ്രഹമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ നമ്മളിവിടെ പറഞ്ഞതുപോലെ പല പ്രശ്നങ്ങളും ഇതിന്റെ നടുവിലുണ്ട്, പല തടസ്സങ്ങളും ഉള്ളത് കൊണ്ട് ഈ ഒരു തടസ്സങ്ങളും ഈ ഒരു കാര്യങ്ങളും ഒക്കെയാണ് ഈ ഒരു പേഴ്സണെ നിങ്ങളിലേക്ക് വരാതെ ഇങ്ങനെ തടഞ്ഞു നിർത്തുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരുന്ന വ്യക്തികൾ ആ ഒരു തൊട്ടടുത്തേക്ക് വന്ന സമയത്തായിരിക്കാം ഈ ഒരു ബ്രേക്കപ്പും അതുപോലെ സെപ്പറേഷൻ, നോ കോണ്ടാക്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് പിന്നെ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാവലിങ്, അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടൊപ്പം യാത്ര ചെയ്യാനായിട്ട് വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ നല്ല റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകണമെന്ന് ഒരുമിച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നായിരിക്കാം. ആ ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് ഇവർ വളരെയധികം ആഗ്രഹിക്കുന്നു. നിങ്ങളെയും കൂടെ കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്ത് ഏതെങ്കിലും ഒരു സ്ഥലം ഉണ്ടാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ പോയിട്ടുണ്ടാവാം. ആ ഒരു ഇതൊക്കെ റീക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്ന എനർജീസ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ട്രാവലിംഗ്, അതല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ പറയാനായിട്ട് സാധിക്കുന്നത് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെയും കൂട്ടി ഒരു സ്ഥലത്തേക്ക് പോകണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് നിങ്ങളെ ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോകണം എന്നുള്ളതാണ്. മറ്റുള്ള വ്യക്തികളൊന്നുമില്ലാതെ നിങ്ങൾ മാത്രമായിട്ട് പോകാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ വളരെയധികം നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു തടസ്സങ്ങളെല്ലാം ഒന്ന് മാറിപ്പോകണം എന്ന് എല്ലാം ഈ വ്യക്തി വളരെയധികം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കൂടുതലായിട്ടും അവർ ചിന്തിക്കുന്നത് ഇവർ ഈ പാസ്റ്റിലെ മെമ്മറീസ് ഒക്കെ ഇവർക്ക് വരുന്ന സമയത്താണ് ഇവർ ഇത്തരത്തിലുള്ള ചിന്തകളിലേക്ക് ഇവരുടെ ഫീലിങ്സുകളൊക്കെ പോകുന്നത് എന്നുള്ളതാണ്. ഈ ഒരു വ്യക്തി മാനസികമായിട്ട് ഈ രീതിയിലൊക്കെ ചിന്തിക്കുന്നുണ്ട്, നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും വളരെ സ്ട്രോങ് ആയിട്ട് അവർ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ഇവരുടെ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷനിൽ അവർ ഫേസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ ഇതെല്ലാം അവരുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന സമയത്ത് ആ ഒരു അവർക്ക് വരുന്ന മാനസികമായിട്ട് വരുന്ന ആ ഒരു ആവേശമൊക്കെ ഒന്ന് കെട്ടടങ്ങി പോയിട്ട് അവർ വീണ്ടും ആ ഒരു സെയിം സിറ്റുവേഷൻ സ്റ്റക്കായി പോകുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുവരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഇതിനകത്തേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു സിറ്റുവേഷണൽ റെസ്പോൺസിബിലിറ്റീസിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും ഒരു വ്യക്തി അതിൽ സ്റ്റക്കായി പോവുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ നല്ല ഗട്ട്സോട് കൂടി ഒരു തീരുമാനം എടുത്ത് ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് ഒരു ആക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ നോ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റിലോ ഒക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ അതൊരു നല്ല രീതിയിൽ റിക്കവർ ചെയ്ത് വീണ്ടും ബാക്ക് ടു നോർമലിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. പക്ഷെ ഈ ഒരു വ്യക്തിക്കും അങ്ങനെ വളരെയധികം ആഗ്രഹമുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാനും അതിനൊക്കെ വേണ്ടിയിട്ട് അവർ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. എങ്കിൽ കൂടി ഇവർ ഇതിനു വേണ്ടി പരിശ്രമിക്കുന്ന സമയത്ത് ഇവർക്ക് ഇവരുടെ ഫാമിലി തന്നെ ഇതിനു വേണ്ടിയിട്ട് എതിർത്ത് നിൽക്കുന്ന ആളുകളുമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടതായിട്ടും ഒക്കെ വരും. അപ്പോൾ ആ ഒരു വ്യക്തികളെ പിണക്കാനോ അല്ലെങ്കിൽ അവർക്കിടെ എതിരായിട്ട് പറയാനോ ഒന്നും ഈ ഒരു വ്യക്തി താല്പര്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ അത് അവർക്ക് വളരെ മനസ്സിന് വിഷമം കൊടുക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവർ അവിടെ ഒന്ന് പതുങ്ങി നിൽക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ആരെയും വെറുപ്പിക്കാൻ കഴിയാത്ത ഒരു പേഴ്സണെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക. നിങ്ങളെയും വെറുപ്പിക്കാൻ കഴിയില്ല, ആ
ഫാമിലിയിലുള്ള ആളുകളെയും വെറുപ്പിക്കാൻ കഴിയില്ല, ആരെയും ഇവർക്ക് വെറുപ്പിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഇവരത് ന്യൂട്രലായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ, എന്നിട്ട് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, ഇവരൊരു വെയിറ്റിംഗ് എനർജിയിലാണ് ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ആ ഒരു വെയിറ്റിംഗ് എനർജിയിൽ അവരിവിടെ നിൽക്കുകയാണ്. യൂണിവേഴ്സ് ആയിട്ട് തന്നെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം ഒരു നോർമൽ ഇതിലേക്ക് കൊണ്ടുവരും, അല്ലെങ്കിൽ നോർമൽ ഇതിലേക്ക് വരും, അതുവരെ ഞാനിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാം എന്നുള്ള രീതിയിൽ ഇവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അല്ലാതെ ഞാനായിട്ട് ഇതിനകത്തേക്ക് ഇറങ്ങി പ്രവർത്തിച്ച് ഒരു ആക്ഷൻ ഒക്കെ എടുത്തു കഴിഞ്ഞ് ഇത് നേരെയാക്കി കൊണ്ടുവരാം എന്നുള്ള ഒരു രീതിയിൽ അവർ ചിന്തിക്കുന്നേ ഇല്ല. അഥവാ അവർ ചിന്തിക്കുകയാണെങ്കിൽ തന്നെ അതിന്റെ ആ ഒരു തടസ്സം വരെ ചിന്തിക്കും. അപ്പൊ പ്രശ്നങ്ങൾ വരുന്ന ഒരു ഘട്ടം ഉണ്ടാകുന്ന അവിടം വരെ ചിന്തിച്ചതിന് ശേഷം അവർ വിചാരിക്കും, ഓക്കെ, ആരെയും എനിക്ക് അങ്ങനെ വെറുപ്പിക്കാനോ ഒന്നിനും കഴിയില്ല, അതുകൊണ്ട് അത് അവിടെ ഫ്ലോപ്പ് ചെയ്യും അവര്. അതിനുശേഷം അവർ വെയിറ്റ് ചെയ്തിരിക്കും. എന്ത് കാര്യത്തിനാണെങ്കിലും ഒരു അവസാനം ഉണ്ടാവുമല്ലോ, ആ ഒരു അവസാനം വരട്ടെ, എല്ലാം ഓക്കെ ആയി എന്റെ മുന്നിൽ എനിക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയോടെ അവരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന എനർജീസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ ഇങ്ങനെ നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി എല്ലാം എൻ്റെ മുന്നിൽ ഓക്കെ ആക്കി യൂണിവേഴ്സ് എനിക്ക് കൊണ്ടുതരും എന്ന രീതിയിൽ ഒരു ആക്ഷനും എടുക്കാതെ ഇങ്ങനെ പ്രതീക്ഷയോടെ ഇരിക്കുന്ന ഒരു പേഴ്സണെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് അവർക്ക് വളരെയധികം സ്നേഹവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, നിങ്ങളുമായിട്ട് യാത്രയൊക്കെ പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് അവർ മനസ്സിൽ പല പ്ലാനിങ്ങുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതെല്ലാം ഉണ്ടെങ്കിൽ പോലും അവരായിട്ട് ഇറങ്ങി ഒരു ആക്ഷൻ എടുക്കാനായിട്ട് നിൽക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയാണ്, ഒരു ഹോപ്പാണ് അവരെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ അവർക്ക് ഒത്തിരി സ്വപ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് അവരുടെ ഒരു ഫീലിങ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത് ഇപ്പൊ നിങ്ങളൊരു നോ കോൺടാക്റ്റിലോ അല്ലെങ്കിൽ ലെസ് കോൺടാക്റ്റിലോ ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഈ ഒരു പേഴ്സണോട് ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ കൂടി ഇവര് വ്യക്തമായിട്ട് ഒരു ആൻസേഴ്സ് ഒരിക്കലും പറയത്തില്ല. ഒരു ഉഴപ്പി നിൽക്കുന്ന രീതിയിലുള്ള ആൻസേഴ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവർ തരിക. കാരണം ഇവർക്കും ഒരു വ്യക്തത ഇല്ല അതിനെക്കുറിച്ച്. ഇതെന്താകും എങ്ങനെയാകും എന്നതിനെക്കുറിച്ച് ഇവർക്ക് യാതൊരുവിധ വ്യക്തതയും ഇല്ല. ഇവരും ഒരു അത്ഭുതം നടക്കാനായിട്ട്, അല്ലെങ്കിൽ ഈ നമ്മൾ ലാസ്റ്റ് കാണുന്ന മജീഷ്യൻ കാർഡ് പോലെ എല്ലാം ഒരു മാജിക് ആയിട്ട് ഇവരുടെ കയ്യിൽ ആ പവറും കാര്യങ്ങളെല്ലാം വരും, ഈ ചുറ്റും നിൽക്കുന്ന തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളെല്ലാം മാറിപ്പോകും എന്നൊരു പ്രതീക്ഷയിലാണ് ഈ പേഴ്സൺ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോ പിന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞു, ഇവരുടെ ചുറ്റും കുറെ ആളുകളുണ്ട്. ഇവരുടെ സാമ്പത്തികമായ ലാഭങ്ങൾക്ക് വേണ്ടി ഇവരുടെ ചുറ്റും നിൽക്കുന്ന കുറെ ആളുകളുണ്ട്. അവരെ കുറിച്ചൊക്കെ നിങ്ങൾ ഈ ഒരു പാസ്റ്റിൽ റിലേഷൻഷിപ്പ് നല്ല രീതിയിലായിരുന്ന സമയത്ത് പലപ്പോഴും ഇവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കാം. അവര് നിങ്ങളുടെ ഒരു ഫൈനാൻഷ്യൽ പരമായ കാര്യങ്ങൾ മാത്രം നോക്കി നിൽക്കുന്ന ആളുകളാണ്, അല്ലാതെ നിങ്ങളോട് യാതൊരു സ്നേഹമോ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് നല്ല രീതിയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തികളോ ഒന്നും ആകാനുള്ള ഒരു ചാൻസ് ഇല്ല എന്ന് പലപ്പോഴും നിങ്ങൾ പറയാനും സ്ഥാപിക്കാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ അത് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഇനി അവർക്കത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കൂടി അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് എന്ന രീതിയിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവരവിടെ നിൽക്കുന്നു. അത്തരത്തിൽ തുറന്ന മനസ്സോടുകൂടി ആരെയും മോശക്കാരായിട്ട് കാണാനോ അല്ലെങ്കിൽ ആരെയും ഒരു കുറ്റം പറയാനോ ഒന്നും ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ്. അപ്പൊ എന്റെ ഒരു കാര്യം മാത്രമാണ് എനിക്ക് ഹൈഡ് ചെയ്ത് പിടിക്കാനും സപ്രസ് ചെയ്ത് വെക്കാനും സാക്രിഫൈസ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നത്. എൻ്റെ ഒരു റിലേഷൻഷിപ്പ്, എൻ്റെ ഒരു ലൈഫ്, അതൊക്കെ ആണ് ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഈ ഒരു പേഴ്സൺ നിന്ന് കൊടുക്കുന്ന അത്തരം കാര്യങ്ങൾക്ക് മാത്രമാണ്. പക്ഷെ അവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റീസിനൊക്കെ അവർ 100% ജെനുവൻ ആയിട്ട് എഫേർട്ട് ഇട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ്. വളരെ ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. വളരെ സ്നേഹമുള്ള ഒരു പേഴ്സൺ ആണ്. അപ്പോൾ അവർക്ക് ഈ ഒരു രീതിയിൽ ആരെയും വെറുപ്പിക്കാനായിട്ട് കഴിയാത്തൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അവരുടെ ഒരു കാര്യത്തിന് മാത്രം അവരെ കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ട് മറ്റുള്ള ആളുകളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സണെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പിലുള്ള ആരെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിലൂടെ പോകുന്ന വ്യക്തികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റിലൂടെ അറിയിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടെ നമുക്കൊന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് 2003 എന്ന് പറയുന്ന ഒരു വർഷമാണ്. ജാനുവരി മന്ത് നമുക്ക് കിട്ടുന്നുണ്ട്, പോസിബിലിറ്റി ആണ്. ജാനുവരി മന്ത്, മാർച്ച് മന്ത്, 1996, യെസ് പോസിബിൾ എന്ന് പറയുന്നൊരു ക്ലൂ ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. 2 months എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി വീണ്ടും നമുക്ക് വരുന്നുണ്ട്. ഗെയിമിംഗ് ഒക്കെ ഇഷ്ടമുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. നവംബർ മന്ത്, റെയിൻബോ സൈൻസ് ഒക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം. മ്യൂസിക് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ ഇ, ലോട്ട്സ് ഓഫ് ഫ്രണ്ട്സ്, ഒത്തിരി ഫ്രണ്ട്സ് ഒക്കെ ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. കോട്ടയം ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ടീ ലവർ, ചായ ഒത്തിരി ഇഷ്ടപ്പെടുന്ന വ്യക്തികളാകാൻ ചാൻസ് ഉണ്ട്. ഗോൾഡൻ കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. നെയിൽ പോളിഷിനോട് ഒത്തിരി ക്രേസ് ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. വൈറ്റ് ബട്ടർഫ്ലൈസ്, ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൊക്കെ വൈറ്റ് ബട്ടർഫ്ലൈസ് ഒക്കെ ധാരാളമായിട്ട് കാണുന്നുണ്ടാവാം. 2000 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ എസ്,
ഓക്കെ. ലൈക്സ് ട്രാവലിംഗ് ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. ഫോളോ ന്യൂ ട്രെൻഡ് ഫോളോ ചെയ്യുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.